നിങ്ങൾ ബൗണ്ടറി ലൈൻ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ലോങ് ത്രോസ് എറിയേണ്ട സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഷോൾഡറിന് പെയിൻ ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ലോങ് ത്രോസ് എറിയാനായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാറുണ്ടോ? എങ്കിൽ എങ്ങനെ ഇഞ്ചുറി ഫ്രീ ആയിട്ട് ലോങ് ത്രോസ് എറിയാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഹായ്, ഇന്ന് ഡേ 27 ആണ്. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്രോ ഹോപ്പ് ടെക്നിക്ക് ക്രിക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫീൽഡിങ്ങിലാണ് ക്രോ ഹോപ്പ് ടെക്നിക്ക് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും അത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് സിദ്ധാർത്ഥ കൃഷ്ണൻ, നമ്മുടെ അക്കാഡമിയിലെ സ്റ്റുഡൻ്റ് ആണ്, അണ്ടർ 15 പ്ലെയർ ആണ്. സിദ്ധാർത്ഥ കൃഷ്ണനാണ് ഇന്ന് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ക്രോ ഹോപ്പ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബൗണ്ടറി ലൈൻ ഏരിയകളിൽ നിന്ന് നമുക്ക് ലോങ് ത്രോസ് എറിയുമ്പോഴാണ് ക്രോ ഹോപ്പ് ടെക്നിക്ക് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രോയിങ് പൊസിഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ബാക്ക് ലെഗ് ഫ്രണ്ടിൽ ക്രോസ് ആയിട്ട് വരും. ദെൻ ഫ്രണ്ട് ലെഗും കൂടി വന്ന് അതിൻ്റെ കൂടെ ത്രോയിങ് പൊസിഷനും വന്ന് നമ്മൾ ടാർഗറ്റിലേക്ക് എറിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ മൂവ്മെൻറ്റിൽ നമുക്ക് കുറച്ചും കൂടി ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ട് നല്ലൊരു ത്രോ നമുക്ക് എറിയാനായിട്ട് പറ്റും. പൊസിഷനിൽ നിൽക്കുന്നു, ദെൻ ജമ്പ് ചെയ്ത് പൊസിഷനിലേക്ക് വരാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇതാണ് പൊസിഷൻ. ഈ എൽബോ എപ്പോഴും ത്രോയിങ് പൊസിഷനിൽ ശ്രദ്ധിക്കുക. എൽബോ എപ്പോഴും ഷോൾഡർ ലെവലിൽ നിന്ന് സ്ലൈറ്റ്ലി അപ്പായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ബാക്ക് ഓഫ് ദി ഹാൻഡ് ആണ് ടാർഗറ്റിലേക്ക് ഫേസ് ചെയ്യുക. ഫ്രണ്ടിലേക്ക് നോക്കുക. ഓക്കെ, ഇപ്പം കറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. സിദ്ധാർത്ഥ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബോഡി ഫ്രണ്ട് ഓൺ ആയിട്ട് നിന്നായിരിക്കും കളക്ട് ചെയ്യുക. ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ സൈഡ് ഓൺ പൊസിഷൻ, ത്രോയിലേക്കുള്ള സൈഡ് ഓൺ പൊസിഷനിലേക്ക് വരാനായിട്ട് നമുക്ക് ഈ ടെക്നിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബോൾ കളക്ട് ചെയ്തിട്ട് ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫോഴ്സ് ജനറേറ്റ് ആവും. അവിടെ ലോങ് ത്രോസ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എറിയാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. പിന്നെ മൂന്നാമത് ഇതിനകത്ത് വരുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്താ, ഫീൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ആംഗിളിലുള്ള പൊസിഷൻസിൽ ഫീൽഡ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഈ സൈഡിൽ നിന്ന് ബോൾ കളക്ട് ചെയ്ത് നമുക്ക് അടുത്ത സൈഡിലേക്ക് ത്രോ എറിയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊസിഷൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ക്രോ ഹോപ്പ് ടെക്നിക്ക് വരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ത്രോസ് എറിയാനും നമുക്ക് ഈ ടെക്നിക്ക് ഹെൽപ്ഫുൾ ആവും. സോ ഈ ടെക്നിക്ക് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ത്രോസ് ഇഞ്ചുറി ഫ്രീ ആയിട്ട് എറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ.